വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതാണ് നമ്മളെ ഒരു വീടെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി തരുക, BUV എന്നൊരു ബ്രാൻഡിലേക്കൂടെ ആ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഇൻറ്റൻഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് കൺസ്ട്രക്ഷൻ ടൈമിനും അത് കൺസ്ട്രക്ട് ചെയ്ത പാടും നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ്, മസ്റ്റായിട്ട് ചെയ്യേണ്ട വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സ്. ആ വീടിന് ലൈഫ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ലേ. ഒരിക്കലും ഈ പ്രോസസ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഈ പ്രോസസ്സൊക്കെ നമുക്ക് നല്ല കെമിക്കൽ നോളേജ് വേണം, നല്ല ആപ്ലിക്കേഷൻ നോളേജ് ഉള്ളവർ തന്നെ ചെയ്യും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ നോളേജ് ഇല്ലാതെ സാധനം പ്രോസസ്സ് ഫെയിലിയറായി ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് വേസ്റ്റാണ്, ലേബറിൻ്റെ പ്രൈസ് വേസ്റ്റാണ്, അല്ല അതിനെ കൊണ്ടുള്ള റിസൾട്ടും അബ്സല്യൂട്ട്ലി സീറോ ആയിരിക്കും. അപ്പോൾ എന്താണ് പ്രോസസ്സ്? ഫസ്റ്റ് ബേസ്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ്. ഈ ബേസ്മെൻറ്റ് തന്നെ 3 കാറ്റഗറി ഉണ്ട്: അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ്, എക്സ്റ്റീരിയർ ബേസ്മെൻറ്റ്, ഇൻറ്റീരിയർ ബേസ്മെൻറ്റ്. ഇനി സെക്കൻഡിലേക്ക് പോകുമ്പോൾ ബാത്റൂം വാട്ടർ പ്രൂഫിംഗ്. അത് നോർമലി ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രൊജക്റ്റഡ് വാൾസ്. പ്രൊജക്റ്റഡ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ വാൾസ്, മാക്സിമം റെയിൻ ബ്ലോക്ക് ആവുന്ന വാൾസ്. പിന്നെ വരുന്നത് ടെറസും സൺഷെയ്ഡും. ആൻഡ് ഓപ്പൺ ടെറസ് ബിഫോർ ടൈൽ ലേയിങ്. അതായത് നമ്മളൊരു ടൈല് വിരിക്കാൻ വേണ്ടി ഓപ്പൺ ടെറസ് ഉണ്ടാവും ചില സ്ഥലത്ത്. അവിടെ വാട്ടർ പ്രൂഫ് ചെയ്യാതെ ടൈല് വിരിച്ചാൽ ഫ്യൂച്ചറിൽ 100% അവിടെ പ്രോബ്ലം തന്നെയായിരിക്കും. അപ്പം ഇത്രയും പ്രോസസ്സാണ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് ആ പ്രോസസ്സ്? അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ഈ വീഡിയോസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുന്നേ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുമ്പോൾ ബേസ്മെൻറ്റ്. എന്താണ് ബേസ്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ്? ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള നമ്മൾ അതിൻ്റെ ബെൽറ്റ് പ്ലാറ്റ്ഫോം, അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമാണ്, ആ ബെൽറ്റാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ബേസ്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന BUV എന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ ബേസ്മെൻറ്റ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ചെയ്യുക. അത് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി, മണ്ണിടുന്നതിന് മുന്നിലേ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വൃത്തിയാക്കി, ആ വൃത്തിയാക്കിയത് നമ്മൾ കറക്റ്റ് 2 ലെയർ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഇതാണ് ബേസ്മെൻറ്റ്, അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ്. ഈ പ്രോസസ്സിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ബെൽറ്റ് ഭൂമിയിൽ കയറുമ്പം ഈ നടുക്ക് നമ്മൾ ഇടുന്ന മണ്ണ് നനഞ്ഞാലും ആ മണ്ണ് ബെൽറ്റിലേക്കുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ ആ ബെൽറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉള്ളിൽ കിടക്കും. ബെൽറ്റും ബെൽറ്റിനനുബന്ധമായിട്ട് നിൽക്കുന്ന കല്ലും നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡിലത് അതിൻ്റെ മേലേക്ക് മണ്ണിടുമ്പം പിന്നീട് മണ്ണിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം കോൺക്രീറ്റിലേക്കോ അല്ലെങ്കിൽ ആ കല്ലിലേക്കോ കയറാതെ ഒരു ലെയറായിട്ട് അവിടെ 1 mm ഫോം ചെയ്തിട്ട് ഒരു ലെയറായിട്ട് അവിടെ കിടക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സൊക്കെ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ, ആഫ്റ്റർ പ്ലാസ്റ്ററിംഗ് ആണ്. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് ബിഫോർ പ്ലാസ്റ്ററിങ്. ഞാൻ പറയുന്ന എസെൻഷ്യൽ ആയിട്ട് ഒരിക്കലും അവഗണിച്ചുകൂടാത്ത വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രൂഫിംഗ് ആണ് വീടിൻ്റെ ഇനീഷ്യൽ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ചെയ്യേണ്ട പ്രോസസ്സ്. അതിനുശേഷം എല്ലാ പ്രോസസ്സും വരുന്നത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ, ആഫ്റ്റർ പ്ലാസ്റ്ററിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന 5 പ്രോസസ്സും വരുന്നത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ, ആഫ്റ്റർ പ്ലാസ്റ്ററിംഗ്. നെക്സ്റ്റ് വരുന്ന എക്സ്റ്റീരിയർ ബേസ്മെൻറ്റ്. എന്താണ് എക്സ്റ്റീരിയർ ബേസ്മെൻറ്റ്? അതായത് നമ്മുടെ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ നമ്മളെ പുറത്തുള്ള പാവിങ് സ്റ്റോണിൻ്റെ മേലേക്ക് വരുന്ന ഒരു വീടിനൊരു ബേസ്മെൻറ്റ്, ഒരു 2 feet ഹൈറ്റിൽ നമ്മളൊരു ബേസ്മെൻറ്റ് പ്ലാസ്റ്റർ ഒരു തിക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ വീടിൻ്റെ ടൈൽസ് വിരിക്കുന്ന ആ ഹൈറ്റ് വരെ എത്തുന്ന പോർഷൻ, വീടിൻ്റെ ഫ്ലോറിങ്, ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ ഹൈറ്റ് വരെ എക്സ്റ്റീരിയറിന് എത്തുന്ന പോർഷൻ, ആ പോർഷനാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ഉണ്ടാക്കുക. എക്സ്റ്റീരിയർ ബേസ്മെൻറ്റിന് നമ്മുടെ കയ്യിൽ കോമ്പിനേഷൻസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് സർഫേസ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ബേസ്മെൻറ്റ് പ്രൊട്ടക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബിറ്റുഫിക്സ് എന്ന് പറഞ്ഞ വേറൊരു കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ 3ഓളം പ്രൊഡക്റ്റ് നമുക്ക് വേരിയസ് രീതിയിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, വേരിയസ് സ്ട്രെങ്ത് ആണ്. അതാണ് 3ഓളം പ്രൊഡക്റ്റ് നമുക്ക് എക്സ്റ്റീരിയർ ബേസ്മെൻറ്റ് പ്രൊട്ടക്റ്റിനുണ്ട്. ഇനി വരുന്ന ഇൻറ്റീരിയർ ബേസ്മെൻറ്റ്. എന്താണ് ഇൻറ്റീരിയർ ബേസ്മെൻറ്റ്? ഇൻറ്റീരിയർ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ടൈല് ഫ്ലോറിങ്ങിൻ്റെ മേലേക്ക് വരുന്ന, ചുമരിൻ്റെ മേലേക്ക് വരുന്ന ഒരു 2 or 3 feet ഹൈറ്റിൽ ബിഫോർ പുട്ടി വർക്ക് നമ്മൾ ചെയ്യാം. അത് നമുക്ക് 2K കോമ്പൗണ്ട്സ് ധാരാളം മതി. 2K കോമ്പൗണ്ട് BUവിലേക്ക് വരുമ്പോൾ GP എലാസ്റ്റോമറിക് 2Kൻ്റെ 2 കോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുക ആണ് BUവിലേക്ക് വരുമ്പോഴുള്ള പ്രോസസ്സ്. ഇൻറ്റീരിയർ ബേസ്മെൻറ്റ് പ്രൊട്ടക്ഷൻ അത് ബിഫോർ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത പാടാണ് ചെയ്യേണ്ടത്. ബിഫോർ പുട്ടി, അതിൻ്റെ മേലെ കൂടെ നമുക്ക് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാം ബാത്റൂം വാട്ടർ പ്രൂഫിംഗ്.
ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന പ്രോസസ്സാണ്. ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് നമുക്ക് വിറ്റമിൻ APP മെംബ്രെയിൻ ബേൺ ചെയ്ത് ഒട്ടിക്കാം, അതല്ലെങ്കിൽ GP എലാസ്റ്റോമറിക് 2K എന്ന് പറയുന്ന 2K കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ചോളം പ്രൊജക്റ്റഡ് വാൾസ്. പ്രൊജക്റ്റഡ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഷോ വാള്, അതേപോലെ മഴ കറക്റ്റ് നമുക്ക് റെയിൻഫോൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന വാൾസ്, അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് നമ്മളെ കയ്യിലൊരു 4 ലെയർ വാട്ടർ പ്രൂഫിംഗ് പ്രൊസീജിയർ തന്നെയുണ്ട് അത് ചെയ്യാൻ. എക്രിലിക് ലാറ്റക്സ് കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അത്. എല്ലാ സൺഷെയ്ഡ്സും, കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ മിക്കതും നമ്മൾ കല്ല് വെച്ച് കെട്ടിയതായിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചറിൽ നിരന്തരം അത് വാളിലേക്ക് റെയിൻ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ക്രാക്സ് വരും, ഇൻസൈഡിലേക്ക് വാട്ടർ പാസേജ് കല്ല് പിടിച്ചിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ടെറസ് ആൻഡ് സൺഷെയ്ഡ്. അത് ഒരുവിധം എല്ലാവരും ചെയ്യാറുണ്ട്. നമ്മൾ ഈ പ്രോസസ്സൊക്കെ ഇഗ്നോർ ചെയ്താലും, ഈ പ്രൊജക്റ്റഡ് വാൾ ഇഗ്നോർ ചെയ്താലും, ടെറസും ബാത്റൂംസും മെയിൻലി ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് അവർ ചെയ്യാറുണ്ട്. വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മൾ 4 ലെയർ പ്രോസസ്സ് ഉണ്ട്. ടെറസും സൺഷെയ്ഡ്സും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ലെയർ. സൺഷെയ്ഡ് ആയാലും ടെറസ് ആയാലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന പാരപ്പെറ്റ് വാള് ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് കല്ല് വെച്ച് കെട്ടിയതായിരിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിൻ്റെ ടോപ്പ് വരെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡിൽ അത് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കും. ഇനി നമുക്ക് സൺഷെയ്ഡിലേക്ക് ചെയ്യുമ്പം സൺഷെയ്ഡിൻ്റെ കോൺക്രീറ്റ് പ്ലസ് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ L ഷേപ്പിൽ ചെയ്യുക. അതിൻ്റെ വാളിലേക്ക് ഒരു 2 feet ഹൈറ്റിൽ മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് വരിക ഓപ്പൺ ടെറസ് ബിഫോർ ടൈൽ ലേയിങ്. അതായത് ഓപ്പൺ ടെറസ് നമ്മൾ ടൈലിടുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വിട്രിഫൈഡ് ടൈല് തന്നെ ഇടുക, നല്ല വാട്ടർ അബ്സോർപ്ഷൻ ഇല്ലാത്ത ടൈല് തന്നെ യൂസ് ചെയ്യുക. ബട്ട് എന്ത് തന്നെയായിരുന്നു അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നിലേ നമ്മൾ മെഷ് വെച്ച് ഒരു 3 or 4 ലെയർ അപ്ലിക്കേഷൻ വാട്ടർ പ്രൂഫ് മസ്റ്റ് ചെയ്തിരിക്കണം. BUവിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു 4 ലെയർ പോളിമർ എക്രിലിക് പോളിമർ പ്ലസ് ലാറ്റക്സ് കോമ്പിനേഷനിൽ ചെയ്യലാണ്, ഇൻക്ലൂഡിങ് 45 GSMൻ്റെ മെഷ് വെച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇത്രയും പ്രോസസ്സ്, ഈ 5 പ്രോസസ്സും നമ്മൾ മസ്റ്റായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പം മസ്റ്റായിട്ട് ചെയ്ത് ഇരുന്നാൽ നമ്മളെ വീടിന് ഒരു ലോങ് ടേം പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും.